ഇപ്പോൾ റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ മതിപ്പും വലിയ അംഗീകാരം ഇതിനകം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ നേടിക്കഴിഞ്ഞു. ഈ വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFിൻ്റെ നേതാക്കൾ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ BJP CPM ഡീൽ എന്ന് ആരോപിച്ച് ആ തോൽവിയിൽ നിന്നുള്ള പേടിയാണ് ഇത്തരം ആരോപണങ്ങൾ കേരളത്തിൽ ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം ജയിച്ചതെല്ലാം കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ ഒരു ഉറപ്പുള്ള മണ്ഡലമായിട്ടാണ് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിലെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തേണ്ടത്? രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റിയ ആളെയാണോ ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവാണോ? ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചാൽ നമുക്കൊരു രാഷ്ട്രീയ പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ എന്ന് പറയാം. ഇത് കോമഡി ഷോ ചെയ്യുന്ന ഒരാളെ, ഞാൻ പറഞ്ഞത് ചുരുക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി പറയുന്നതുമല്ല. കോമഡി ഷോ ചെയ്ത് ഒരു കലാകാരൻ, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം സ്ഥാനാർത്ഥിയാകണ്ട എന്നല്ല ഞാൻ ഈ അർത്ഥം വയ്ക്കുന്നത്. ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നത്, പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിച്ചു കയറാവുന്ന ഏക മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് ആകെ ഉള്ളൊരു മണ്ഡലം പാലക്കാട് മണ്ഡലമാണ്. അങ്ങനെയുള്ളവിടെ എന്തിനാണ് ഇത്രയും ദുർബലനായ, ഒരു രാഷ്ട്രീയമായ ഒരു ധാരണയുമില്ലാത്ത ഒരാളെ കൊണ്ട് മത്സരിപ്പിച്ചത്? അതിനൊരു ലക്ഷ്യമില്ലേ? അദ്ദേഹത്തിന് രാഷ്ട്രീയ ധാരണയില്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങളിലെ അഭിപ്രായ പ്രകടനം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സ്കൂളിനകത്ത് തട്ടമിട്ട പെൺകുട്ടിയെ ഇറക്കി വിട്ടു. വളരെ നിസ്സാരവൽക്കരിച്ചിട്ട്, ലഘൂകരിച്ചിട്ടല്ലേ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്? അതൊന്നും അദ്ദേഹത്തിനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല, ഗാസയിൽ ഇസ്രയേലിൻ്റെ കൂട്ടക്കുരുതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരക്കണക്കിന് മനുഷ്യർ കുരുതി നടത്തി ഇസ്രയേൽ. അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് എന്താ? ഈ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാ ഇദ്ദേഹം പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ്, ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? ഇദ്ദേഹം ഒരു സംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഖ്യകൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു അരസംഖ്യയുടെ മനസ്സുമായി ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിൻ്റെ തുടർച്ച. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം? ഒന്ന്, ഇത്രയും ദുർബലനായ ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളല്ല, കോമഡി ഷോ മാത്രം അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ, രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാത്ത ഒരാൾ. ഇങ്ങനെയുള്ള ഒരാളെ ഇവിടെ ഷാഫി പറമ്പിലാണ് നിയോഗിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ സ്ഥാനാർത്ഥി ആയിട്ടാണ് ഇവിടെ രമേഷ് പിഷാരടി മത്സരിക്കുന്നത്. ഇങ്ങനെയായിരുന്നല്ലോ ബൈ ഇലക്ഷനിൽ ഒരാളെ കൊണ്ടുവന്നത്, ഇല്ലേ? നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ 916 ഞാൻ തരുന്നു ഗ്യാരണ്ടി, ഒരു ഘട്ടത്തിലും മോശപ്പേരുണ്ടാക്കില്ല. ഇതെല്ലാം മാധ്യമങ്ങളിൽ ഇപ്പോൾ റീലായി ഓടുന്നുണ്ടല്ലോ, അല്ല? മാധ്യമങ്ങളുടെ ഈ പറയുന്ന വാർത്തയൊക്കെ നല്ല റീലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ഷാഫി പറമ്പിൽ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ മറ്റേ രമേഷ് പിഷാരടി വരാൻ കാരണം? ആ ഷാഫിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഷാഫിയെ സംബന്ധിച്ചിടത്തോളം
ഇന്ന് ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് MP ആയി മത്സരിപ്പിച്ചു. ആ MP ആയി മത്സരിപ്പിച്ചു, വടകരയിൽ പോയിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നല്ല ധാരണയുണ്ട് ഷാഫിക്ക്. എന്നാൽ ഷാഫിയെ ദേശീയ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും അവരുടെ അകത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ ഷാഫി അത് മനസ്സിലാക്കിയിട്ടാണ് ആരെ കൊണ്ടുവന്നത്? രമേഷ് പിഷാരടിയെ കൊണ്ടുവന്നത്. അപ്പോൾ രമേഷ് പിഷാരടിയെ കൊണ്ടുവരിക, എന്നിട്ട് BJP കോൺഗ്രസ് ഡീല് വയ്ക്കുക. ഇവിടെ പാലക്കാട് മണ്ഡലം BJPക്ക് വോട്ട് മറിച്ച് ചെയ്യുക. അപ്പോൾ ആര് തോൽക്കും? സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സീറ്റാണല്ലോ അത് തോൽക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം? തോറ്റാൽ ഷാഫി ഇല്ലാതെ പാലക്കാട് മണ്ഡലം ജയിക്കാൻ സാധ്യതയില്ല എന്ന ദൗത്യം, അദ്ദേഹത്തിൻ്റെ ദൗത്യം വിജയിച്ചു. ഷാഫി ഇല്ലാതെ ഈ പാലക്കാട് മണ്ഡലം ജയിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ പ്രതീതി ഉണ്ടാക്കുക, അത് കോൺഗ്രസിനകത്ത്. അപ്പോൾ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ വിളിച്ച് ഇവിടെ നിർത്തും. ഇതാണ് ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഷാഫി BJPയുമായി ഡീലുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, അത് പാലക്കാട് മണ്ഡലത്തിലെ അനുഭവമാണ്. നിങ്ങൾ നോക്കുക, ഷാഫി ആദ്യമായി ജയിക്കുന്നത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലമ്പുഴയിൽ കണ്ണൂരിലെ സതീശൻ ബാച്ചേന് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു VS ജോയ് ഇല്ലേ, മലമ്പുഴയിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അന്ന് അങ്ങനെ അങ്ങോട്ട് വല്ലാതെ വോട്ട് പിടിച്ചു വരുന്നുമല്ല. കാരണം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ജനപ്രീതി നേടുന്ന ആളുകളൊന്നും അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ജനപ്രീതി ഇല്ലാത്ത ഷാഫി പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു. പിന്നീട് ഷാഫി ജയിക്കാൻ കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത് ഷാഫി പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കുമ്പോൾ പാലക്കാട് മണ്ഡലംകാരനായ BJPയുടെ സംസ്ഥാന നേതാവ് കൃഷ്ണകുമാർ, അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ചു. BJPയുടെ സംസ്ഥാന നേതാവ് കൃഷ്ണകുമാർ അവിടെ മത്സരിച്ചിട്ട് 2ാം സ്ഥാനമെത്തി. എല്ലാ കാലത്തും മലമ്പുഴയിൽ 2ാം സ്ഥാനമെത്തിയത് കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ ആർക്ക് മറിച്ചു കൊടുത്തു? BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് മറിച്ചു കൊടുത്തു. ആ കൃഷ്ണകുമാറിൻ്റെ സ്വാധീനം വെച്ച് പാലക്കാട് മണ്ഡലത്തിലെ BJPയുടെ വോട്ട് ആർക്ക് പോയി? ഷാഫിക്ക് പോയി. അത് 2021 തുടർന്നു. 2021 തുടരുകയാണ് ഉണ്ടായത്. ഷാഫി ഇവിടെ, കൃഷ്ണകുമാർ അവിടെ. ഷാഫി ഇവിടെ നിന്ന് വടകരയ്ക്ക് പോയി. ബൈ ഇലക്ഷൻ അല്ല, അത് കഴിഞ്ഞിട്ടാണല്ലോ ബൈ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വടകരയിലേക്ക് പോയപ്പോൾ ഇവിടെ ബൈ ഇലക്ഷൻ വന്നു. ബൈ ഇലക്ഷനിൽ ആരായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി? ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറിൻ്റെ ആ BJPക്കകത്തുള്ള ഒരു കൂട്ടം ആളുകളെ ഡീൽ ചെയ്ത് ഷാഫിയല്ലേ? ഷാഫി ഗ്യാരണ്ടി പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ മാങ്കൂട്ടത്തിന് കൊണ്ടുവന്നത്. അങ്ങനെയല്ലേ RSSൻ്റെ BJPൻ്റെ 10,000-ലധികം വോട്ട് രാഹുലിന് കിട്ടിയത്? ഷാഫിക്ക് കിട്ടാത്ത വോട്ടല്ലേ രാഹുലിന് കിട്ടിയത്? ഞങ്ങളെപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതൃത്വം മത്സരിക്കേണ്ട മണ്ഡലത്തിൽ കോമഡി ഷോയിൽ മാത്രം ഒരു പങ്കെടുക്കുന്ന ഒരു മുൻനിര സിനിമാ നടനൊന്നുമല്ല, ഒരു നായകവേഷം അഭിനയിച്ച ഒരു സിനിമയൊന്നും അദ്ദേഹം, ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട മുൻനിര നടനല്ല അദ്ദേഹം. കോമഡി ഷോയിൽ പ്രശസ്തനാണ്. അതിൽ ഞാനൊന്നും അതിനെ കുറച്ചൊന്നും കാണുന്നില്ല. നമുക്കെല്ലാം എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില ഷോകൾ കണ്ടാൽ വളരെ തൃപ്തികരമാണ്, വളരെ തൃപ്തിയാണ്. കാരണം നമുക്ക് ആ ടെൻഷൻ ഒഴിഞ്ഞായി കിട്ടും, ചിരിക്കാൻ പറ്റും. അതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങളെ കൃത്യമായി
ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ട പരിഹാരം, രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാവണ്ടേ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കേണ്ടത്? അതിന് പകരം ഇങ്ങനെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഈ മണ്ഡലം BJPക്ക് എഴുതി കൊടുക്കുക, എന്നിട്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഷാഫി അല്ലാതെ വേറൊരു വീരനില്ല ഈ കോൺഗ്രസിനകത്ത് എന്ന പരിവേഷത്തിലേക്ക് ഷാഫിയെ കൊണ്ടെത്തിക്കുക, എന്നിട്ട് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഷാഫി പറമ്പിലിൻ്റെ ക്രൂക്കിഡ് ബുദ്ധിയാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരിപൂർണമായും ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇവിടെ BJPയുമായി കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൻ്റെ അവസാന കളി കൂടിയാണ് രമേഷ് പിഷാരടിയിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.